ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. മൾട്ടിപ്ലൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. ഇവിടെ തന്നിട്ടുള്ള ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു 5 1/4. 2/5 എഴുതുന്നു. ഇത് മിക്സ് ഫ്രാക്ഷൻ ആണ്, അതിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതണം. 5 ഇൻറ്റു 4 20. 20 പ്ലസ് 1 ഈസ് 21 ബൈ ഈ ഡിനോമിനേറ്റർ തന്നെ എഴുതി കൊടുക്കുക. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 21 42 ബൈ 5 ഇൻറ്റു 4 ഈസ് 20. ഇനി ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാം. 4-ൽ 2 2 ടൈംസ്, 2-ൽ 2 1 ടൈം, 2-ൽ 2 1 0. ഇപ്പോൾ നമുക്ക് 21/10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഇവിടെ മിക്സ് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആൻസർ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ കൊടുക്കാം. 21-നെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 10s are 20. 1 minus 0 is 1. 2 minus 2 is 0. അപ്പോൾ ഇത് നമുക്ക് ഹോൾ നമ്പറായിട്ട് ഇവിടെ എഴുതാം. 1/10. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. 6 2/5 ഇൻറ്റു 7/9. ഇതും അതുപോലെ തന്നെ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാം നമുക്ക്. 6 5s are 30. 30 plus 2 is 32/5 ഇൻറ്റു 7/9. ഇനി നമുക്ക് 32 ഇൻറ്റു 7 എത്രയാണെന്ന് നോക്കാം. 32 ഇൻറ്റു 7. 7 3s are 21. 21 plus 1 is 22. 224/9. 5s are 45. 224/45 ആണല്ലോ കിട്ടിയിട്ടുള്ളത്. മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാനായിട്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം. 224/45 ആണ്. 45-നെ ഒന്ന് 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 5s are 25. 5 here, 2 up. 4 5s are 20. 20 plus 2 is 22. 225 എന്നാണ് കിട്ടിയത്. നമുക്കിവിടെ 224 ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 45 ഇൻറ്റു 4. 5 4s are 20. 0 here, 2 up. 4 4s are 16. 16 plus 2 is 18. 180 എന്ന് കിട്ടിയിട്ടുണ്ട്. 4 45s are 180. 4 minus 0 is 4. 2 minus 8 is not possible. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബോറോ ചെയ്യാം. ഇത് 12ഉം ഇത് 1ഉം ആയി മാറി. 12 minus 8 is 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്സ് ഫ്രാക്ഷനായിട്ട് എഴുതി കൊടുക്കാം നമുക്ക്. ഹോൾ നമ്പർ 4 ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 44/45. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണ കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/2 ഇൻറ്റു 5 1/3. 3/2. ഈ 5 1/3നെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. 5 ഇൻറ്റു 3 is 15. 15 plus 1 is 16. 16/3. ഇവിടെ 3യും 3യും ക്യാൻസൽ ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് 16/2 ആണുള്ളത്. ഇതിനെ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം. 16-ൽ 2 8 ടൈംസ്, 8-ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ ആൻസർ 8 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5/6 ഇൻറ്റു 2 3/7. 5/6 ഇൻറ്റു മിക്സ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 ഇൻറ്റു 7 14. 14 plus 3 is 17. 17/7. 5 ഇൻറ്റു 17 എത്രയാണെന്ന് നോക്കാം. 7 5s are 35. 5 here, 3 up. 1 5 is 5. 5 plus 3 is 8. 85/6 ഇൻറ്റു 7 is 42. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 85 ഡിവൈഡഡ് ബൈ 42. 42 ഇൻറ്റു 2 നോക്കാം. 2 ഇൻറ്റു 2 is 4. 4 ഇൻറ്റു 2 is 8. 84 എന്ന് കിട്ടിയിട്ടുണ്ട്. 2 ഇൻറ്റു 42 is 84. 5 minus 4 is 1. 8 minus 8 is 0. ആൻസർ 2 1/42. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 2/5 ഇൻറ്റു 4/7. ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാം. 3 ഇൻറ്റു 5 is 15. 15 plus 2 is 17/5 ഇൻറ്റു 4/7. 17 ഇൻറ്റു 4. 7 ഇൻറ്റു 4 is 28. 8 here, 2 up. 1 ഇൻറ്റു 4 is 4. 4 plus 2 is 6. 68/5 ഇൻറ്റു 7 is 35.
ഇനി നമുക്ക് 68 ഡിവൈഡഡ് ബൈ 35 ചെയ്തു നോക്കാം. 35 ഇൻറ്റു 2, 5 2s are 10, 0 here, 1 up, 3 into 2 is 6, 6 plus 1 is 7, 70. നമ്മുടെ കയ്യിൽ 68 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 എടുക്കാൻ പറ്റില്ല, 1 തന്നെ എടുക്കാം. 135 is 35, 8 minus 5 is 3, 6 minus 3 is 3. അപ്പോൾ നമ്മുടെ ആൻസർ 133/35 എന്നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 3/5 ഇൻറ്റു 3. 2 into 5 is 10, 10 plus 3 is 13/5 into 3. 13 into 3. 3 into 3 is 9, 1 into 3 is 3. 39/5 എന്ന് കിട്ടി. ഇനി 39 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 7 5s are 35, 4 ബാലൻസ്. അപ്പോൾ നമ്മുടെ ആൻസർ 7 4/5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 4/7 into 3/5. 3 into 7 is 21, 21 plus 4 is 25/7 into 3/5. ഈ 25ഉം 5ഉം കൂടെ കട്ട് ചെയ്യാലോ. 25ൽ 5 5 times, 5ൽ 5 1 time. 5 into 3 15/7. 15നെ നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 7s are 14, 5 minus 4 is 1. നമ്മുടെ ആൻസർ 2 1/7 എന്നാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കിട്ടിയാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.